ഹായ് ഓൾ, വെൽക്കം ടു ഫ്യൂച്ചർ പവർഡ് ബൈ ഗോകുലം. സോ നമുക്കറിയാം ഓണം എക്സാംസ് ഒക്കെ വരാനായില്ലേ. സോ ഓണം എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ലൈഫ് പ്രോസസ്സസ് എന്നത്. ഓക്കെ, സോ ഇന്ന് ഇവിടെ മിസ് വന്നിട്ടുള്ളത് ലൈഫ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു മേജർ ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗമായിട്ടാണ്. നമ്മൾ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ആണ് ഇന്നിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ലൈഫ് പ്രോസസ്സസ് ചാപ്റ്ററിൽ നമ്മൾ മേജർലി കുറേ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന എല്ലാ സെക്ഷൻസും നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ആണ്. സോ ആസ് യു നോ, ക്ലോറോപ്ലാസ്റ്റ് നമ്മുടെ ലീഫുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സെല്ലുകളാണ് അല്ലെ. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് നമുക്ക് ഗ്രീൻ കളർ തരുന്ന പിഗ്മെന്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ ഉള്ളത് അല്ലെ. സോ ഒരു ലീഫ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലുക്കിംഗ് ടു ദ വ്യൂ ഓഫ് എ പെർട്ടിക്കുലർ ലീഫിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം കുറേ സെൽസുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പ്ലാന്റ് സെല്ലുകളെ നമ്മളൊന്ന് ജസ്റ്റ് വ്യൂ ചെയ്ത് ഉള്ളിലേക്ക് ഡീപ്പ് ആയിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഓർഗനല്ലേ, ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനല്ലിനെ കാണാം. സോ ആസ് യു നോ, ഇവിടെ നമുക്ക് കാണാം, ഞാൻ ഇവിടെ ഒരു പ്ലാന്റ് സെല്ല് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സെൽ എന്ന് പറയുന്നത്. ഈ പ്ലാന്റ് സെല്ലിന്റെ ഉള്ളിൽ നമുക്ക് ആരെ കാണാൻ പറ്റും? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരെ കാണാൻ പറ്റും. സോ ഈ ക്ലോറോപ്ലാസ്റ്റ് ആണ് ആക്ച്വലി ആ ഒരു പ്ലാന്റിന് ഗ്രീൻ കളർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം അല്ലെ. സോ ക്ലോറോപ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് പ്ലാന്റ്സ് ഒക്കെ എന്താകുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ ഗ്രീൻ കളറിലൊക്കെ അപ്പിയർ ചെയ്യുന്നതിന്റെ റീസൺ ബിക്കോസ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഓക്കെ, ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ എന്തുണ്ട്? നമ്മുടെ പിഗ്മെന്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ ഉണ്ട്. സോ നമുക്ക് ഇന്ന് നോക്കാം ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ എവിടെയാണ് ക്ലോറോഫിൽ കാണുന്നത്. അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ പഠിക്കണം അല്ലെ. സോ ഇന്ന് മിസ് ഇവിടെ നിങ്ങൾക്ക് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, നമുക്കത് എക്സാംസിന് കൂടുതലായിട്ടും ചോദിച്ചു വരും. അതിന്റെ പാർട്സ് ലേബൽ ചെയ്യാനും ഏതൊക്കെ പാർട്സ് ആണ് ഉള്ളത് എന്നൊക്കെ നമ്മളൊന്ന് നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഞാനൊന്ന് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഒന്ന് ഡിഫൈൻ ചെയ്ത് പറയാം. ഓക്കെ, അപ്പം ഒരു പ്ലാന്റ് സെല്ല് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ക്ലോറോപ്ലാസ്റ്റ് കാണാം. ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് ക്ലോറോഫിൽ പിഗ്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ നമുക്ക് നോക്കിയാലോ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് വരച്ചു തരാം. സോ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ഔട്ടർ ആയിട്ട് നമുക്ക് ക്ലോറോപ്ലാസ്റ്റിന് ഒരു മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, സോ ഒരു ഔട്ടർ മെംബ്രെയിൻ, ഡബിൾ മെംബ്രെയിൻ ആണ് അവരുള്ളത്. സോ അവർക്ക് ഔട്ടർ ആയിട്ട് ഒരു മെംബ്രെയിൻ ഉണ്ടാകും, ഒരു ഇന്നർ എന്ന് പറഞ്ഞിട്ട് രണ്ട് മെംബ്രെയിൻസ് ഉണ്ടാവും. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ. സോ ഇതിനെ നമുക്ക് ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയാം. ഔട്ടർ മെംബ്രെയിൻ. ഓക്കെ, ആൻഡ് വി ക്യാൻ സീ ആൻ ഇന്നർ മെംബ്രെയിൻ. ഒരു ഇന്നർ മെംബ്രെയിനും കൂടെ കാണാൻ വേണ്ടി പറ്റും. ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിനും നമുക്ക് കാണാൻ പറ്റും. ഇതിന് രണ്ടിന്റെയും ഇടയിലായിട്ട് നമുക്ക് ഒരു സ്പേസ് കാണാൻ വേണ്ടി പറ്റുന്നില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയാം. ഇന്റർ മെംബ്രെയിൻ സ്പേസ്, ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്നാണ് വിളിക്കുക. ക്ലിയർ അല്ലേ? സോ നമ്മൾ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റ് ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഡബിൾ മെംബ്രെയിൻ ഉള്ള ഒരു സ്ട്രക്ചർ ആണ്. സോ ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഇതിന്റെ ഇടയിലായിട്ട് നമുക്കൊരു സ്പേസ് കാണാം. അതിനെ നമ്മൾ ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്നാണ് പറയാം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അതിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ, ഇന്നർ മെംബ്രെയിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു സ്പേസ് കാണുന്നില്ലേ? ആ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. ഓക്കെ, സ്ട്രോമ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ട്രോമ എന്നാണ്. ഈ സ്ട്രോമയുടെ ഉള്ളിൽ നമുക്ക് സ്റ്റാക്ഡ് ആയിട്ടുള്ള കുറച്ച് തൈലക്കോയിഡ്സിനെ കാണാൻ വേണ്ടി പറ്റും. തൈലക്കോയിഡ്സിനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് ഗ്രാന എന്ന്. അതൊന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. സോ ഇങ്ങനെ നമുക്ക് സ്റ്റാക്ക് ചെയ്ത് കുറച്ച് ആൾക്കാരെ ഈ ഒരു സ്ട്രോമയുടെ ഉള്ളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സ്റ്റാക്ക് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. സോ ഇവരെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാന എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇവരെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാന. ഓക്കെ, ഇതിൽ ഒരു സിംഗിൾ റൗണ്ട്, മിസ് ഇവിടുത്തെ ഒരു സിംഗിൾ റൗണ്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ്. തൈലക്കോയിഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, തൈലക്കോയിഡ് മെംബ്രെയിൻ ഉണ്ട്. ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് ചുറ്റും തൈലക്കോയിഡ് മെംബ്രെയിൻ ഉണ്ട്. അതേപോലെ ഉള്ളിൽ തൈലക്കോയിഡ് ല്യൂമെനും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഈ തൈലക്കോയിഡിന്റെ ഉള്ളിലാണ് നമ്മുടെ ആളായിട്ടുള്ള ക്ലോറോഫിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഓക്കെ, ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് തൈലക്കോയിഡിലാണ്. ക്ലിയർ ആണോ? ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഗ്രാന തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ഇങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോമ ലാമെല്ല. ലാമെല്ലെ, സ്ട്രോമ ലാമെല്ലെ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുമായിട്ടാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ആൾക്കാരെയും കൂടെ കാണാം. ക്ലോറോപ്ലാസ്റ്റിന് സ്വന്തമായിട്ട് DNA കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
ഓക്കെ, സോ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ സ്വന്തമായിട്ട് അവർക്ക് എന്തുണ്ടാവും? DNA മെറ്റീരിയലും കൂടി ഉണ്ടാവും. ഓക്കെ, അതേപോലെ അവർക്ക് സ്വന്തമായിട്ട് റൈബോസോംസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ സ്ട്രക്ചേഴ്സ് ആണ്. ക്ലിയർ അല്ലേ? കുറച്ച് ലിപ്പിഡ് മോളിക്യൂൾസിനൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കാണാനൊക്കെ പറ്റും. ഓക്കെ അല്ലേ? സോ ജസ്റ്റ് ഒരു ബ്രീഫ് ഔട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു ഡബിൾ മെംബ്രേനിയസ് സ്ട്രക്ചർ ആണ് ആൻഡ് വിച്ച് ഇസ് സീൻ ഓൺ ദ പ്ലാന്റ് സെൽസ് ആണ്. സോ ദാറ്റ് ഇസ് വൈ വി ക്യാൻ പ്രിപ്പയർ അവർ ഓൺ ഫുഡ്. നമുക്ക് പ്ലാന്റ്സിനൊക്കെ ഓൺ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ്. ഓക്കെ, ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഒരു ഔട്ടർ മെംബ്രെയിനും ഉണ്ട്, ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഇവിടെ കാണുന്ന പോലെ ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇതിന്റെ ഇടയിലായിട്ട് നമുക്കൊരു ഇന്റർ മെംബ്രെയിൻ സ്പേസ് കൂടി കാണാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഇനി ആ ഒരു ഇന്റർ മെംബ്രെയിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പേസ് കാണാലോ. ആ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? സ്പേസിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമ എന്ന് നമ്മൾ പറയും. ഓക്കെ അല്ലേ? സ്ട്രോമയുടെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡ്സ് കാണാൻ പറ്റും. അതിനെ നമ്മൾ ഗ്രാന എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? ഇനി ഓരോ തൈലക്കോയിഡിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു സിംഗിൾ തൈലക്കോയിഡ്. ആ തൈലക്കോയിഡിന് ഒരു മെംബ്രെയിൻ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ല്യൂമൻ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ക്ലോറോഫിൽ കാണുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവർക്ക് സ്വന്തമായിട്ട് DNA റൈബോസോംസ് ഒക്കെ ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പിക്ചറിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒരു പിക്ചർ ആയിട്ട് കാണിക്കാം. ഇതാണ് നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ഈ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. പിന്നെ നമ്മൾ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ച തൈലക്കോയിഡ്സ് ഉണ്ട്, ഇവരെ വിളിക്കുന്ന പേരാണ്, മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഗ്രാന. കണ്ടോ? തൈലക്കോയിഡ് സ്റ്റാക്സിനെയാണ് നമ്മൾ ഗ്രാന എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എന്താണ് DNA കാണാൻ പറ്റും. ക്ലോറോപ്ലാസ്റ്റ് DNA കാണാൻ പറ്റും. ഇനി അതേപോലെ റൈബോസോംസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഹോപ്പ് യു ഗൈസ് ഗോട്ട് ദ ഐഡിയ. ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.